നമസ്കാരം. നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്ടിയോസ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് നമ്മുടെ ചിന്മയ സ്കൂളിൽ അവരുടെ ഇന്റർ സ്കൂൾ ആർട്ട് ഫെസ്റ്റിവലുമായിട്ട് നടന്ന അതിന്റെ സമാപന സമ്മേളനത്തിന്റെ വാർത്തകളാണ്. ഞങ്ങൾ ഇച്ചിരി ദീർഘമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ കാര്യം MLA അവിടെ കുട്ടികളോട് പറഞ്ഞ കാര്യം, അവിടെ ഇരുന്ന കുറച്ച് കുട്ടികളും കുറച്ച് അധ്യാപകരും കുറച്ച് രക്ഷാകർത്താക്കളും മാത്രമാണ് കിട്ടുന്നത്. അതിനെ തുടർന്ന് ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ പറഞ്ഞ കലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്, ഞങ്ങൾക്കത് മുഴുവൻ ചേർക്കാൻ കഴിഞ്ഞില്ല, അത് വലിയ നീളം കൂടി പോകും. എങ്കിലും അത്യാവശ്യം അതിന്റെ പ്രധാനപ്പെട്ട ആ കണ്ടന്റാണ് ഞങ്ങൾ ഇന്ന് വാർത്തയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ഓഗസ്റ്റ് 24 ഇന്റർനാഷണൽ സ്റ്റേജ് മ്യൂസിക് ഡേ, അന്താരാഷ്ട്ര അപരിചിത സംഗീതത്തിന്റെ ദിനമാണ്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഹജൂർ കച്ചേരി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത ദിവസം. തിരുവിതാംകൂർ നിയമസഭയുടെ ആദ്യ യോഗം ദിവാന്റെ മുറിയിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും സുബോധിനി പത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ ചരമദിനം. ഗ്രാവിറ്റി തരംഗങ്ങളെ നിരീക്ഷിക്കാനുള്ള ലേസർ ഇന്റർ ഫെറോമീറ്റർ ഗ്രാവിറ്റേഷൻ ഒബ്സർവേറ്ററി പ്രവർത്തനം ആരംഭിച്ച ദിവസം. വാഷിംഗ്ടണിലെ ഹാൻഫോർഡിലും ലൂസിയാനയിലെ ലവിങ്സ്റ്റണിലുമാണ് ഇതുള്ളത്. കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ചരമദിനം. ഓഗസ്റ്റ് 24 അന്താരാഷ്ട്ര വിചിത്ര സംഗീത ദിനം. ആളുകൾ സാധാരണയായി കേൾക്കാത്ത ഒരു തരം സംഗീതം കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ദിവസം. വിവിധ തരത്തിലുള്ള സംഗീതം അനുഭവിച്ചറിയുന്നത് പലതരത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നു. വ്യത്യസ്ത തരം സംഗീതം കേൾക്കുന്നത് നമ്മുടെ സംഗീത ചക്രവാളങ്ങൾ വിശാലമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചിലർ ഇതിനെ മുൻവിധികളില്ലാതെ കേൾക്കൽ എന്ന് വിധിക്കുന്നു. സംഗീതത്തിന്റെ വിവിധ വിഭാഗങ്ങൾ മനസ്സിനെയും ശരീരത്തെയും വ്യത്യസ്ത രീതികളിൽ സ്വാധീനിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഉദാഹരണത്തിന് മിനുസമാർന്ന ജാസ് ശരീരത്തെ വിശ്രമിക്കാൻ അറിയപ്പെടുന്നു. പോപ്പ് സംഗീതം സഹിഷ്ണുത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ലോക സംഗീതം ശക്തമായ സ്വത്വബോധം നൽകുന്നു. എല്ലാത്തരം സംഗീതത്തിലും ക്ലാസിക്കലിന് ഏറ്റവും നല്ല ഇഫക്റ്റുകളുണ്ട്. ക്ലാസിക്കൽ സംഗീതം വിഷാദത്തിനെതിരെ പോരാടുന്നു, സർഗാത്മകതയെ ഉണർത്തുന്നു, വേദന ഒഴിവാക്കുന്നു, മസ്തിഷ്ക ശക്തി വർദ്ധിപ്പിക്കുന്നു. സംഗീതത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് പുറമെ മറ്റു തരത്തിലുള്ള സംഗീതവുമുണ്ട്. വിസിൽ മുഴക്കിയോ കസൂവിലേക്ക് ഊതിക്കൊണ്ടോ കലങ്ങളും ചട്ടികളും ഒരുമിച്ച് അടിച്ചുകൊണ്ടോ സൃഷ്ടിക്കുന്ന സംഗീതമുണ്ട്. ചില സംഗീതം തികച്ചും വിചിത്രമാണ്. വർഷങ്ങളായി ഗ്രാമീണ സംഗീതം എങ്ങനെ മാറിയെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ജാസ് സംഗീതം കേട്ടിട്ടില്ലായിരിക്കാം. കാര്യങ്ങൾ അല്പം ജാസ് ചെയ്യാനും ശ്രമിച്ചു നോക്കാനുമുള്ള ദിവസമാണ് ഇന്നത്തേത്. ഇന്റർനാഷണൽ സ്റ്റേജ് മ്യൂസിക് ഡേയിൽ നിങ്ങൾക്ക് ശരിക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വിചിത്രമായ ചില വിഭാഗങ്ങൾ പരീക്ഷിച്ചു നോക്കാം. മത്കോർ, ചിപ് ട്യൂൺ, സ്പേസ് സിന്ത്, ഇതിഹാസ ഡ്യൂം മെറ്റൽ, റഷ്യൻ ചാൻസർ, അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ്, നാടോടി സംഗീതം, അല്ലെങ്കിൽ സുവിശേഷം പോലെയുള്ള കൂടുതൽ പരിചിതമായ വിഭാഗങ്ങളിൽ പറ്റി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയേക്കാം. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം സംഗീതമാണിതെന്ന് ഉറപ്പാക്കുക. സംഗീതം ആളുകളെ വ്യത്യസ്ത രീതികളിൽ ബാധിക്കുന്നുവെന്ന സിദ്ധാന്തം പരീക്ഷിച്ചു നോക്കൂ. നാടൻ സംഗീതം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ദിവസം നിങ്ങൾ എങ്ങനെ ആചരിക്കുന്നു? ന്യൂയോർക്ക് നഗരത്തിലെ സംഗീതജ്ഞൻ പാട്രിക് ഗ്രാന്റ് 1998 ഇന്റർനാഷണൽ സ്റ്റേജ് മ്യൂസിക് ഡേ സൃഷ്ടിച്ചതിന്റെ ബഹുമതി അർഹിക്കുന്നു. ജൂലിയാർഡിന്റെ ബിരുദധാരിയാണ് ഗ്രാന്റ്. നിങ്ങൾ സംഗീതത്തിന്റെ സ്പെക്ട്രം വിശാലമാക്കുമ്പോൾ ജീവിതത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്ന രീതി മാറുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തീർച്ചയായും വിചിത്രമായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത ഭാഷകളിലെ സംഗീതം, കലാകാരന്മാർ, അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാം. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. അന്താരാഷ്ട്ര വിചിത്ര സംഗീത ദിനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സംഗീതത്തിലുള്ള നമ്മുടെ അഭിരുചി വികസിപ്പിക്കുക എന്നതാണ്. ഇന്ന് മറ്റൊരു ദിവസം കൂടിയാണ്. ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഇൻടോളറൻസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ് ബേസ്ഡ് ഓൺ മ്യൂസിക്കൽ പ്രിഫറൻസസ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡ്രസ് കോഡ്. അസഹിഷ്ണുത, വിവേചനം, അക്രമം എന്നിവയ്ക്കെതിരെ അന്താരാഷ്ട്ര ദിനം ആരംഭിക്കുന്നത് വരെയുള്ള ദിവസങ്ങളുടെയും മണിക്കൂറുകളുടെയും മിനിറ്റുകളുടെയും എണ്ണം കാണിക്കുന്ന സമയവും തീയതിയും കൗണ്ട് ഡൗൺ ക്ലോക്കും സംഗീത മുൻഗണനകൾ, ജീവിതശൈലി, ഡ്രസ് കോഡ് 2020 എന്നിവയെ അടിസ്ഥാനമാക്കി എല്ലായ്പ്പോഴും ഓഗസ്റ്റ് 24 ആചരിക്കുന്നു. മാനദണ്ഡമായി കാണുന്നതിലും വ്യത്യസ്തമായി തോന്നാവുന്ന വ്യത്യസ്തമായ സംഗീതം കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റു ഹോബികളുള്ള ഒരു ഉപസംസ്കാരത്തിന്റെ ഭാഗമായ ഏതൊരാൾക്കെതിരെയും അഹിസഹിഷ്ണുത,
വിവേചനം, ആക്രമണം എന്നിവ ഇല്ലാതാക്കാൻ ഈ ദിവസം സമർപ്പിക്കുന്നു. പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 20 വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറും സമ്മാനം. കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ. ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി 100 പവൻ സ്വർണം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഒരു വീടിനുള്ളിൽ പല വീടുകളാകുന്നത് അപകടമെന്ന് PC വിഷ്ണുനാഥ് MLA. ഒരു വീടിനുള്ളിൽ പല വീടുകളാകുന്ന കാലമാണിത്. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ്റെ മുറിയിലും മകൻ്റെ മുറിയിലും മകളുടെ മുറിയിലും സ്വന്തം വീടുകൾ ചേർക്കുമ്പോൾ സമൂഹം അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. ചന്ദനത്തോപ്പ് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മത്സരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചിന്മയ വിദ്യാഭ്യാസ സമിതി ചീഫ് R. സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. കലാകാരനും ശില്പിയുമായ ഗുരുപ്രസാദ് അയ്യപ്പൻ, അക്കാദമിക് കോർഡിനേറ്റർ S. ശോഭാറാണി, ചിന്മയ മിഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ S. ബാലകൃഷ്ണപിള്ള, A. നിർമ്മല, പ്രിൻസിപ്പൽ SS. നിഷ, വൈസ് പ്രിൻസിപ്പൽ S. സുമുദ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് തമിഴ്നാട്ടിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് വായിക്കുന്നുണ്ടായി. ആ ചിത്രത്തിൽ 2 പേരുണ്ട്. 2 പേരുടെ കയ്യിലും മൈക്കുണ്ട്. ഒരാളുടെ കയ്യിൽ മൈക്കുണ്ട്, ഒരാളുടെ കയ്യിൽ. അപ്പോൾ അതില് ഒരാൾ തമിഴിലെ പ്രശസ്ത സിനിമ നടനായിട്ടുള്ള ധനുഷിന്റെ ഒരു പുതിയ സിനിമയ്ക്ക് പറഞ്ഞില്ലേ, ഇന്ന സിനിമയുടെ പേര് രായൻ. അയാളുടെ 50ാമത്തെ സിനിമയാണല്ലോ. അപ്പോ ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റ്, ആ വെള്ള ഡ്രസ് ഇട്ടിരുന്ന ആളെക്കാൾ നന്നായിട്ട് പാടിയത് ധനുഷാണ്. ഞാൻ എത്തി. വെള്ള ഡ്രസ് ഇട്ട് നിൽക്കുന്ന ആള് യേശുദാസാണ്. ഈ പുതിയ തലമുറയിലെ കുട്ടികളും യേശുദാസിനെ അടുത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ധനുഷിനെ അറിയത്തുള്ളൂ, യേശുദാസിനെ അറിയില്ല. അപ്പൊ അതിന്റെ താഴെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് നവമാധ്യമമായതുകൊണ്ട് എല്ലാവരും കാണും. കുറെ കമന്റുകൾ അല്ലാത്തവരിട്ടിട്ടുണ്ട്. ഭാവി ഇയാളുടെ ശബ്ദം കേട്ടിട്ടാണ് ശബരിമല അയ്യപ്പൻ ഉറങ്ങുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണോ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ആളുകളുടെ രോഷപ്രകടനങ്ങളുണ്ട്. അത് ചിലപ്പോൾ മുതിർന്നവരാകാം, അല്ലെങ്കിൽ അറിയുന്നവരാകാം. അപ്പൊ ഈ കുട്ടികളെ എല്ലാം എല്ലാറ്റിലും കൂടി കടത്തിവിടണം. അവരെല്ലാം അറിയണം. ഒരു ചിത്രകല ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? ഒരു ചിത്രം കണ്ടാൽ തിരിച്ചറിയാം. ഞാനിപ്പോഴും അതിൽ എനിക്ക് ഗുരുപ്രസാദ് അയ്യപ്പനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ചിത്രം കണ്ടാൽ ഇത് ആരുടെയാണെന്നൊക്കെ പറയാൻ തക്ക ഒരു ചിത്രകലാ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എം എം ഹുസൈൻ്റെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ എം എം ഹുസൈൻ്റെതാണെന്ന് പറയാൻ പറ്റുമായിരുന്നു. CCS പണിക്കരുടെ കണ്ടാൽ എനിക്ക് പക്ഷെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ ചിത്രങ്ങളും കണ്ടാൽ ഇത് ഏത് ചിത്രകലയുടെ ഏത് ശാഖയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ചിത്രം കാണുമ്പോൾ ഇത് ആരുടേതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിത്രകലാ വിദ്യാഭ്യാസവും അവബോധമുള്ളവരുണ്ട്. എനിക്ക് പക്ഷെ അറിയില്ല. ഞാൻ പറയുന്നത് കുട്ടികൾ ആ തരത്തിലുള്ള എല്ലാ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണം. നല്ല സിനിമകളെ ആസ്വദിക്കാൻ കഴിയണം. ഞാൻ ഈ രക്ഷകർത്താക്കളോട് പറയുന്നത് ഇതെല്ലാം നിങ്ങളെ കുട്ടികൾ ഈ മനഃപൂർവ്വമായി കുട്ടികളെ ഇതിൽ കൂടെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ വലിയ അപകടമാണ് വരാൻ പോകുന്നത്. കുട്ടികളെ ഇരുത്തി പറയേണ്ടതാണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ പോലും വലിയ പേടിയുള്ള സമയമാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ അറിയാം, ആ പേരെ ഒരു പയ്യൻ അമ്മയെ തലക്കടിച്ചാൽ കൊണ്ടു. 1 ലക്ഷം രൂപ ചോദിച്ചു കൊടുത്തില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കിയപ്പോൾ പോലീസിനൊക്കെ വിളിപ്പിച്ചു. അവര് അപ്പൂപ്പനും അമ്മയും മാത്രമേ താമസിക്കുന്ന വീടാണ്.
പോലീസിന്റെ സാന്നിധ്യത്തിലൊക്കെ സംസാരിച്ച് ഇവരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പൈസ കുറച്ച് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ പറയുന്നു അയൽക്കാർ. ഈ പയ്യൻ അമ്മയെ അയക്കടിച്ചു വന്നു, അപ്പൂപ്പനെ വെട്ടി. അപ്പൂപ്പൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും. അവനൊന്നും കിട്ടിയിട്ടില്ല, വേറെ ഇറങ്ങിപ്പോയി എവിടെയോ. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോണതിന് ആളുകൾ കുട്ടികളെ വഴക്ക് പറയാം. കുട്ടികൾ പുറത്തു പോയില്ല, പലരും വീട്ടിനകത്തിരിക്കുന്നതിൽ നിന്ന് മാറി വീട്ടിനകത്തകത്തിരിക്കുകയാണ്. അതായത് വീട്ടിനകത്ത് ഒരു മുറിയിലാണ്, മുറിയിൽ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, മുറിക്കകത്താണ്. ഒരു വീട്ടിൽ 4 മുറി ഉണ്ടെങ്കിൽ 4 വീടാണ്. അപ്പൂപ്പന്റെ വീട്, അച്ഛൻ്റെയും അമ്മയുടെയും വീട്, മക്കളുടെ വീട്. പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ വീട്, ആൺകുട്ടി ഉണ്ടെങ്കിൽ അവന്റെ വീട്. ഒരു വീട്ടിൽ 4 വീടാണ്. അപ്പോ മനപൂർവമായി അവർ കളിക്കട്ടെ, പടം വരയ്ക്കട്ടെ, അവർ നല്ല സിനിമ കാണട്ടെ, നല്ല സിനിമകളിൽ കൂടി നല്ല ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മുടെ ഈ മുറിക്കുള്ളിൽ പുറത്തൊരു ലോകമുണ്ട്, ആ ലോകം ഇങ്ങനെയൊക്കെയാണ് എന്നവരറിയട്ടെ. അത് എല്ലാത്തരം അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോകട്ടെ. മനഃപൂർവമായി ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. യേശുദാസനെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ മാതൃഭൂമിയുടെ എഡീഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ വേദിയിൽ ഞാനന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു MLA ആണ്. VS അച്യുതാനന്ദനായിരുന്നു അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കുണ്ടറയുടെ MLA ആയിരുന്ന സഖാവ് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹം സ്റ്റേജിലുണ്ട്. സ്വാഗതം പറഞ്ഞു. കുറെ കോളേജിലെ കുട്ടികളെയാണ്, സ്കൂൾ കുട്ടികൾ പോലും അല്ല, കോളേജിലെ കുട്ടികളെയാണ് ഈ സ്വാഗതം പറയുമ്പോൾ ബൊക്കെ കൊടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. സ്വാഗത പ്രാസംഗികൻ അച്യുതാനന്ദന് സ്വാഗതം പറഞ്ഞപ്പോൾ കൊച്ചു കൊണ്ടുവന്ന് MA ബേബിക്ക് ബൊക്കെ കൊടുത്തു. അച്യുതാനന്ദനെ അറിയില്ല, മുഖ്യമന്ത്രിയെ അറിയില്ല, പക്ഷെ അവർക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയില്ല അല്ലേ? അത് ഞാനവരെ ചെറുതാക്കുന്നവരല്ല, അവര് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ. നമുക്ക് പലതും അറിയില്ല, നമുക്കറിയില്ല. അവിടെ മുമ്പ് നമ്മൾ പരാജയപ്പെടും. അപ്പൊ അങ്ങനെ അളക്കാൻ പോകണ്ട. അങ്ങനെ സംസാരിച്ച പിള്ളേർ പറയും ഇയാൾ തന്തവൈബിന്റെ ആളാണ്. അപ്പോഴേ പിന്നെ അവർ നമ്മളെ കേൾക്കാൻ പോലും തയ്യാറാക്കില്ല. തന്തവൈബാണ്, ആ വഴിക്ക് പോകണ്ട, ഇയാൾ ഉപദേശിച്ച് കൊല്ലാൻ വന്നിരിക്കുകയാണ് എന്ന് പറയാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതാണ് ഞാൻ രായനെന്നൊക്കെ പറഞ്ഞൊന്ന് തുടങ്ങിയത്. ഇതൊന്നും നിൽക്കാനുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോ അങ്ങനെയാണ്. നല്ല കഴിവുള്ള പ്രതിഭാശാലികളായ കുട്ടികളാണ്. പക്ഷെ അവരെ എല്ലാം ഒന്ന് അറിയിക്കണമെന്ന് ഒരു വഴിയിൽ കൂടെ മാത്രം ഇട്ടാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അവിടെ എല്ലായിടത്തും പോട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവർക്കും അറിയട്ടെ. വീട്ടിനകത്തുനിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറക്കിയെടുത്ത് വിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുകൊണ്ടാണ് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർ സ്കൂൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കണ്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്നെ ക്ഷണിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ടായി. നിങ്ങളെല്ലാം നല്ല കലാകാരന്മാരാണ്. പഠിച്ച നല്ല മാർക്ക് വാങ്ങിയാലും നല്ല പ്രൊഫഷനിൽ എത്തിയാലും പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പോകാം. ഒന്നാമത് നമ്മളൊരു വ്യക്തി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവൻ കാണുന്ന കാഴ്ചകൾ, അവരാരോടൊക്കെ സഹകരിക്കുന്നത്, നമ്മുടെ കാഴ്ചകളും സഹവാസവും ഒക്കെയാണ് നമ്മളെ ആക്കി തീർക്കുന്നത്. നിത്യം നമ്മൾ കാണുന്ന കാഴ്ചകളെ നമ്മളെ ഗംഭീരമായിട്ട് അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും. നമ്മൾ യൂറോപ്പിലൊക്കെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ, പാരീസിലൊക്കെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഏതൊരു കോർണർ നോക്കിയാലും ഒരു വർക്ക് ഓഫ് ആർട്ട് കാണാൻ പറ്റും, ഒരു ചിത്രവും ശില്പവും കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടില് ഈ ചിഹ്നക്കട വന്നിറങ്ങിയാൽ പോലും ഒരു ചിത്രവും ശില്പവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കലയെ കാണുന്നത് വളരെ ദൂരത്താണ്. പക്ഷെ
ഈ കലയെ അറിയാവുന്നവർ വളരെ അടുത്തായിട്ട് കാണുന്നത്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ എക്സിബിഷൻ കാണണമെന്ന് വെക്കുന്നപ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മള് പിന്നെ സമയം ഉണ്ടെങ്കിൽ പോയി കാണും. അത് നമ്മള് വേറെ അന്ന് ഒരു പണി ഇന്നെങ്കിലേ കാണത്തുള്ളൂ. പക്ഷേ ഫോറിനേഴ്സ് അങ്ങനെ അല്ല. ഇന്നലെ എന്റെ ഗാലറിയിൽ ആസ്ട്രേലിയയിൽ ഒരാൾ വന്നു, 3.5 മണിക്കൂർ ചെലവിട്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. 3.5 മണിക്കൂർ അവിടെ എന്റെ ഗാലറിയിലെ ഒരു 92 ചിത്രകാർ, കേരളത്തിലെ പ്രശസ്തരായ 92 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളായിരിക്കും, ഒറിജിനൽ ചിത്രങ്ങൾ. പുള്ളി വിളിച്ചൊന്നുമല്ല, പുള്ളി മാപ്പ് നോക്കി, മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ് നോക്കി വന്നു, ഗാലറിയെ വന്നു, 50 രൂപ ഫീസ് തന്നു, അകത്ത് കയറി 3.5 മണിക്കൂർ ചെലവിട്ടു. നമുക്ക് അത്ഭുതപ്പെട്ടു. അതായത് അയാൾ അവിടുത്തെ ഒരു ചിത്രകാരൻ ശരിക്കൊന്നുമല്ല, അവിടുത്തെ ഒരു അധ്യാപകനാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ ഈ ഗാലറിയിൽ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകളോളം ഈ ചിത്രകലയെ പറ്റി, ശില്പകലയെ പറ്റി സംസാരിക്കുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. യങ് മൈൻഡ് ഇന്റർനാഷണൽ മുളവന റോയൽ ക്ലബിന്റെ വാർഷികവും സ്ഥാനാരോഹണവും റാക്കോ കേബിൾ ലിമിറ്റഡ് ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ കോർഡിനേറ്റർ ആർ അജിത് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. റീജിയണൽ ചെയർമാൻ കെ സുരേഷ് കുമാർ അംഗത്വ വിതരണവും ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ ജോൺസൺ കെ സഖറിയ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സൂനിയർ പ്രകാശനവും ഏലാമുഖത്ത് ഹാരീഷും ടി ജയൻ പ്രോജക്ട് ഉദ്ഘാടനവും നിർവഹിച്ചു. ജോർജ് ജോസി, കരീം മൈനാഗപ്പള്ളി, രാജേഷ് രാമകൃഷ്ണൻ, ബേബി തോമസ്, BS പിള്ള, ആർ ചെല്ലപ്പൻ പിള്ള എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സുരേഷ് കുമാർ, ക്രിസ്റ്റഫർ പ്രസിഡന്റ്, തോമസ് മരുതൂർ, മുളവന അലക്സാണ്ടർ വൈസ് പ്രസിഡന്റുമാർ, ജി വിക്രമുള്ള സെക്രട്ടറി, ബിജു എസ് ശിവലീല ട്രഷറർ, സുരേഷ് ബാബു ജോയിന്റ് സെക്രട്ടറി, വിജയകുമാർ പ്രോജക്ട് കോർഡിനേറ്റർ എന്നിവരെ ചുമതലയേറ്റു. നിങ്ങളുടെ കുട്ടികൾ അലസരാണോ? മഹാവികൃതികളാണോ? വൈകി ഉറക്കം ഉണരുന്നവരാണോ? മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കൂ. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. എഴുകോൺ മൈത്രി ഗ്രൂപ്പ് കാലുവേലി പബ്ലിക് ലൈബ്രറി ബിൽഡിംഗ്സിൽ തുടങ്ങുന്ന ATM ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ 10:30 മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൗത്രേശ്വരം KN MNHSന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവന സമർപ്പണവും മന്ത്രി നിർവഹിക്കും. കോവൂർ കുഞ്ഞുമൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ആദരവ് നിർവഹിക്കും. അസോസിയേഷൻ സെക്രട്ടറി NK പ്രഭാകരൻ പദ്ധതി വിശദീകരിക്കും. അയ്യങ്കാളി ജയന്തി ഇടവട്ടം നാട്ടുവാതുക്കൽ മഹാത്മാ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജയന്തി ആഘോഷം നടക്കും. വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം
PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തും. സമിതി പ്രസിഡന്റ് അനീഷ് ആരാമം അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നവപ്രതിഭാ പുരസ്കാരവും പഞ്ചമി വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്യും. വെറുതെയെങ്കിലും ആകാശം നോക്കിയിരിക്കാൻ എത്ര ആഹ്ലാദകരമാണ്. മാനത്തെ കാഴ്ചകളുടെ അനുഭവം പലർക്കും പലതാണ്. ചിലർ കവിത എഴുതുമ്പോൾ, ചിലർ പ്രണയലേഖനങ്ങൾ കുറിക്കുമ്പോൾ, ചിലർ ശാസ്ത്ര സത്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, അങ്ങനെ ആകാശ കാഴ്ചകളുടെ അനന്തത അപാരമാണ്. കുട്ടിക്കാലത്ത് ആകാശത്ത് കാണുന്ന മഴവില്ല് കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാവില്ല. ആ മഴവില്ലിന് സമാനമായ കാഴ്ച ചെടികളിൽ തങ്ങി നിൽക്കുന്ന ജലത്തുള്ളികളിൽ കണ്ട് സന്തോഷിച്ചവരും ഉണ്ടാകാം. കവി ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, പച്ച പുൽക്കൊടി തുമ്പിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ എന്ന്. എത്ര മനോഹരമാണ് ഈ മാരിവിൽ കാഴ്ചകൾ. എന്നാൽ മാനത്ത് മാരിവിൽ ഉണ്ടാകുന്നതിന് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാലോ? പ്രകൃതിയിലെ മനോഹര കാഴ്ചകളിലൊന്നായ മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആദ്യമായി വിശദീകരിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ജീവിച്ചിരുന്ന ഡൊമിനിസ് ഡെക്കാർത്തെ എന്നീ ശാസ്ത്രജ്ഞന്മാരായിരുന്നു വിശദീകരിച്ചത്. 7 നിറങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചത് മഹാനായ ഐസക് ന്യൂട്ടനും. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടിച്ചിതറുമ്പോഴാണ് മഴവില്ലുണ്ടാകുന്നത്. വായുവിൽ നിന്നും സാന്ദ്രത കൂടിയ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നു. അതായത് പ്രകാശരശ്മി വളയുന്നു. സൂര്യപ്രകാശം വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള വികിരണങ്ങളുടെ കൂട്ടമാണ്. ഓരോ തരംഗദൈർഘ്യത്തിലുമുള്ള രശ്മികൾക്കും ഉണ്ടാകുന്ന അപവർത്തനം വ്യത്യസ്തമായിരിക്കുന്നതിനാൽ മഴത്തുള്ളിക്കുള്ളിൽ കടക്കുമ്പോൾ സൂര്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നു. ഈ രശ്മികളിൽ ഒരു ഭാഗം ജലകണികകളുടെ ഉൾപ്രദേശങ്ങൾ തട്ടി തിരികെ പ്രതിഫലിക്കുന്നു. രശ്മികൾ പതിക്കുന്ന ദിശയിൽ നിന്നും ഏതാണ്ട് 138 ഡിഗ്രി വ്യതിയാനമാണ് പ്രതിഫലിക്കുന്ന ദിശയ്ക്കുണ്ടായിരിക്കുക. ഇതിൽ നിന്ന് തരംഗദൈർഘ്യം കൂടിയ ചുവന്ന രശ്മിയുടെ വികിരണം 137.6 ഡിഗ്രിയും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് രശ്മിയുടെ വികിരണം 139.4 ഡിഗ്രിയുമായി ദിശ മാറും. ഇങ്ങനെ പ്രതിഫലിക്കുന്ന രശ്മികളെല്ലാം കൂടി 42.5 ഡിഗ്രി വ്യാസാർത്ഥമുള്ള ഒരു വൃത്തമാണ് ആകാശത്ത് സൃഷ്ടിക്കുക. അതായത് 42.5 ഡിഗ്രി ശീർഷകോണകമുള്ള വയലറ്റ് വൃത്തവും 42.5 ഡിഗ്രി ശീർഷകോണകമുള്ള ചുവപ്പ് വൃത്തവും അവയ്ക്കിടയിലായി മറ്റ് സൗരവർണ്ണങ്ങളുമുള്ള വൃത്തമായാണ് മഴവില്ലുണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ കേന്ദ്രബിന്ദു സൂര്യനും നമ്മുടെ കണ്ണും ചേർന്നുണ്ടാകുന്ന അക്ഷത്തിലായിരിക്കും. ഇത് ചക്രവാളത്തിന് താഴെ ആയിരിക്കുന്നത് കൊണ്ട് വൃത്തത്തിന്റെ പകുതി ഭാഗമേ നമുക്ക് കാണാൻ കഴിയൂ. എങ്കിലും വിമാനത്തിലും മറ്റും സഞ്ചരിക്കുമ്പോൾ മഴവില്ല് വൃത്തമായി തന്നെ കാണാൻ കഴിയും. ജീവൻ രക്ഷിക്കാൻ കുതിരശക്തി. പാമ്പ് കടിയേറ്റൽ പ്രതിരോധ മരുന്നായ ആന്റിവനം എങ്ങനെ നിർമ്മിക്കപ്പെട്ടെന്ന് നോക്കാം. അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ എന്നീ പാമ്പുകളുടെ വിഷത്തിനുള്ള മരുന്നാണ് ആന്റിവനം. പാമ്പ് കടിയേറ്റാൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ആന്റിവനം കുത്തിവെപ്പാണ്. 1904 ആദ്യമായി ആന്റിവനം നിർമ്മിക്കപ്പെട്ടത്. കുതിരയാണ് ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. കാരണം കുതിരകൾ ലോകത്തിലെ വളരെയധികം കാലാവസ്ഥയിലും അതിജീവിക്കുകയും നല്ല ശരീരഭാരവും മനുഷ്യരുമായി കൂടുതൽ ഇണങ്ങുന്നവയുമായതിനാൽ അത് കുതിരയിൽ പാമ്പിന് വിഷം കുത്തിവെക്കുന്നതിന് മുൻപായി ഒരു കെമിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ വിഷത്തിന്റെ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തി അത് ശുദ്ധീകരിച്ച വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. അതിനുശേഷം ഇതിൽ അഡ്ജുവന്റ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം അത് ചേർക്കുന്നു. തന്മൂലം കുതിരയുടെ ശരീരം റിയാക്ട് ചെയ്യുകയും ആന്റിബോഡി ഉണ്ടായി വിഷത്തെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. ഈ സമയമെല്ലാം കുതിര ആരോഗ്യത്തോടെ തന്നെയാണുള്ളത് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. 8 മുതൽ 10 വരെയുള്ള ആഴ്ചകളിൽ കുതിരയിൽ ആന്റിബോഡി ശക്തമായ നിലയിൽ കാണപ്പെടും. ആ സമയം കുതിരയുടെ കഴുത്തിലുള്ള ഞരമ്പിൽ നിന്നും 3 തൊട്ട് 6 ലിറ്റർ രക്തം ശേഖരിക്കുന്നു. അടുത്ത പടിയായി ശേഖരിച്ച രക്തം ശുദ്ധീകരിച്ച് പ്ലാസ്മയും ആന്റിവനവും ഉണ്ടാക്കുന്നു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ 9 സിനിമകളാണ് ഇപ്പോൾ യൂട്യൂബിലുള്ളത്. അതിൽ ഏറ്റവും അവസാനം നമ്മൾ റിലീസ് ചെയ്ത സിനിമ തുടക്കമാണ്. ആ തുടക്കം ഇന്നിപ്പോൾ നമ്മൾ കേരളം തന്നെ ചർച്ച ചെയ്യുന്ന, ഇപ്പം സിനിമാ മേഖലയുമായിട്ടാണെങ്കിൽ സർവ്വമേഖലയുമായിട്ടുള്ള പുരുഷാധിപത്യവും
സ്ത്രീകളുടെ ശരീരത്തെ മാംസമായി മാത്രം കാണുന്ന ഒരു രീതി, അത് എവിടെ നിന്നുണ്ടാകുന്നു? ഞങ്ങളുടെ കൊച്ചു സിനിമയാണ്, 8 മിനിറ്റ് ഉണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ അതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്തുകൊണ്ട് സ്ത്രീയെ ബഹുമാനിക്കണം? നമുക്ക് ഒരുപാട് അമ്മ ദൈവങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്. നമ്മൾ സ്ത്രീകളെയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ സംവരണമൊക്കെ പറയുന്നതൊക്കെ വലിയ പദവിയെ കൊടുക്കും, ശ്രീമതി എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രവൃത്തി നമ്മൾ പ്രായഭേദമന്യേ, അത് 14 വയസ്സുകാരനാവട്ടെ, 96 വയസ്സ് 104 വയസ്സുകാരനാവട്ടെ, ഒരേപോലെ വളരെ വികൃതമായ മനോഭാവത്തോടെയാണ് നമ്മൾ സ്ത്രീകളെ, പ്രത്യേകിച്ച് കേരളീയർ സമീപിക്കുന്നത്. ഇതൊരു വല്ലാത്ത മനോരോഗത്തിന്റെ പ്രശ്നമാണ്, സമൂഹത്തിന് ചികിത്സ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതിനെയൊക്കെ ഇരയോടൊപ്പം അല്ല വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന രീതികളാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുക്കുന്നതും എന്നറിയുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം യുവജന സംഘടനകൾ പോലും ഇപ്പോൾ ഡോക്ടറെ, നമ്മളെ കൽക്കട്ടയിൽ നടന്ന ഡോക്ടറുടെ അതേ വിഷയത്തിൽ വളരെ ആവേശപൂർവ്വം സമരം നടത്തിയ ഒരാൾ പോലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ പേര് പരാമർശിച്ചിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നതിന് പകരം അത് മിണ്ടാതിരിക്കുക, യുവാക്കളും വിദ്യാർത്ഥികളും മിണ്ടാതിരിക്കുക, ഒപ്പം രാഷ്ട്രീയ നേതൃത്വം അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ നിലപാടെടുക്കുക വളരെ കഷ്ടമാണ്. ഇത് നമ്മുടെ കേരളം തന്നെ ആണോ? അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞ കേരളത്തിൽ അപമാന പൂരിതം കൊണ്ട് തല താഴ്ത്തണം കേരളമേ എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും നാട്ടുവട്ടം വാർത്തകൾ സമാപിക്കുന്നു. നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.